ആഭ്യന്തരമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളി പോസ്റ്റുകളും കമന്റുകളും പങ്കുവയ്ക്കാൻ ഉപയോഗിച്ച അർജുൻ ആയങ്കിയുടെ ഐഫോൺ പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ അർജുൻ ആയങ്കിയെ പിടികൂടിയ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിന് സമീപം ഒളിപ്പിച്ച നിലയിലായിരുന്നു ഫോൺ. രാവിലെ അർജുനുമായി നടത്തിയ തെളിവെടുപ്പിനിടയിലാണ് അന്വേഷണ സംഘം ഐഫോൺ കണ്ടെടുത്തത്. ഫേസ്ബുക്കിൽ വിവാദമായ വെല്ലുവിളി പോസ്റ്റുകൾ ഇട്ടത് താൻ തന്നെയാണെന്നും തന്റെ ഐഫോണിൽ നിന്നാണ് പോസ്റ്റുകൾ പങ്കുവച്ചതെന്നും അർജുൻ പോലീസിന് മൊഴി നൽകി. വിവിധ സ്ഥലങ്ങളിലെ വൈഫൈ ഉപയോഗിച്ചാണ് പോസ്റ്റുകൾ ഇട്ടതെന്നും ഫേസ്ബുക്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ മറ്റാരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ പോസ്റ്റുകൾ ഈ ഫോണിൽ നിന്ന് തന്നെയാണോ പങ്കുവച്ചതെന്ന് സ്ഥിരീകരിക്കാൻ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അർജുൻ ആയങ്കി ഒളിവിൽ കഴിഞ്ഞ കണ്ണൂർ മട്ടന്നൂരിലെ വർക്ക്ഷോപ്പിലും പോലീസ് എത്തി തെളിവെടുപ്പ് നടത്തി. ഇയാളെ സഹായിച്ച സുഹൃത്ത് പ്രണവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ബന്ധുവായ കുട്ടനെയും കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മുൻപ് ഒളിവിൽ കഴിഞ്ഞ തളിപ്പറമ്പിലെ ലോഡ്ജിലും വരും ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്തും. 3 ദിവസത്തേക്കാണ് അർജുൻ ആയങ്കിയെ കണ്ണൂർ സൈബർ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തുന്നത്. അതേസമയം തുടർച്ചയായ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തുന്നതിനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചു. നിലവിൽ ഇയാൾക്കെതിരെ 23ഓളം കേസുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അർജുന്റെ മുഴുവൻ കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. കമ്മീഷണർ ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറും. കളക്ടറുടെ അന്തിമ അനുമതി ലഭിച്ചാൽ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തി ജയിലിലടക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. ഐഫോൺ ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകളും അർജുന്റെ മൊഴിയും അന്വേഷണത്തിന് കൂടുതൽ ശക്തി നൽകുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.